കോതമംഗലത്ത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കാട് കയറിയ നാട്ടാനയെ കണ്ടെത്തി. ആനയെ ലോറിയിൽ വനത്തിൽ നിന്ന് പുറത്തെത്തിച്ചു. പഴയ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ആനയെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കഴിഞ്ഞ ദിവസം ഷൂട്ടിങ്ങിനിടെയാണ് രണ്ട് ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുകയും അങ്ങനെ പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന കൊമ്പൻ കാട് കയറുകയും ചെയ്തത്. ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. പുതുപ്പള്ളി സാധുവിനെ വനത്തിൽ നിന്നും കണ്ടെത്തി നാട്ടിലേക്ക് ഇറക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നു. ആനയെ കണ്ടെത്തിയത് വനം വകുപ്പ് നാട്ടുകാരുമൊക്കെ ചേർന്നാണോ? കൂടുതൽ വിവരങ്ങൾ. വിനോദ്, അല്പസമയം മുൻപ് ഏകദേശം 9 മണിയോട് കൂടിയാണ് പുതുപ്പള്ളി സാധുവിന്റെ ലൊക്കേഷൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ആ ലൊക്കേഷൻ സ്ഥിരീകരിച്ചതിന് ശേഷം ആനയെ കാടിന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 9:50 കൂടി ആനയെ ലോറിയിൽ കയറ്റാൻ സാധിക്കുകയും ചെയ്തു. കാടിന് വെളിയിൽ ഏകദേശം റോഡിന് മീറ്ററുകൾക്ക് ഇപ്പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ ആനയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പഴക്കൊല അടക്കം കൊണ്ടുചെന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. ആനയ്ക്ക് മറ്റു പരിക്കുകളൊന്നും ഇല്ല. ഇന്നലെ വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് 3 പിടിയാനകളെയും അതോടൊപ്പം തന്നെ 2 കൊമ്പനാനകളെയും എത്തിച്ചത്. അതിനിടയിൽ പാക്കപ്പിന് ശേഷം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ആനയെ ലോറിയിൽ കയറ്റാൻ നേരത്താണ് ഇതിലെ ഒരു ആന, അതായത് തടത്തിവിള മണികണ്ഠൻ എന്നുള്ള ആന ഈ പറയുന്ന പുതുപ്പള്ളി സാധുവിന്റെ പിന്നിൽ കുത്തുന്നത്. തുടർന്ന് ആന വിരണ്ട് അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തനായിട്ട് ഉൾക്കാട്ടിലേക്ക് കയറുകയായിരുന്നു. ചതുപ്പ് നിലവും ഒപ്പം തന്നെ നിബിഡ വനത്തിലേക്കുമായിരുന്നു ഈ ആന കയറിപ്പോയത്. ആദ്യം മണികണ്ഠനെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും സാധുവിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. 9 മണിവരെ, രാത്രി 9 മണിവരെ തിരച്ചിൽ തുടർന്നിരുന്നു. പിന്നീട് ആ തിരച്ചിൽ അവസാനിപ്പിക്കുകയും നിരീക്ഷണം തുടരുകയുമായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും ദൗത്യ സംഘം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരത്തിൽ തിരച്ചിൽ പുനരാരംഭിച്ചു. അതിനിടയിൽ തന്നെയാണ് പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തിയത്. എന്തായാലും 10 മണിയോടുകൂടി തന്നെ ആനയെ നേരെ ഉടമയുടെ നാട്ടിലേക്ക്, അതായത് കോട്ടയത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ച് ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും മലയാറ്റൂർ DFOയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു ദൗത്യം പുരോഗമിച്ചത്. ആനയ്ക്ക് നിലവിൽ പരിക്കുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും ഷൂട്ടിങ്ങിനുള്ള അനുമതിയോടുകൂടി തന്നെയാണ് ആനയെ എത്തിച്ചതെന്നുള്ള ഒരു കാര്യം ഉടമ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ ഇനി ഉണ്ടാകേണ്ടത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും തന്നെയാണ്. എന്തായാലും വനംവകുപ്പിന്റെ വലിയൊരു സംഘം, ഏകദേശം 60 പേരടങ്ങുന്ന സംഘം തന്നെയാണ്, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ തിരച്ചിൽ തുടരുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെ ആന പോയ ലൊക്കേഷൻ, അതായത് ആന പോയ വഴികളൊക്കെ തന്നെ നേരത്തെ വനംവകുപ്പിന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. അതായത് ഈ വന്യജീവികളെ നിരീക്ഷിക്കുവാനായിട്ട് വനമേഖലയിൽ പലയിടങ്ങളിലായിട്ട് നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നു. ആ ക്യാമറകളിൽ ആന പോയ വഴികളൊക്കെ തന്നെ വ്യക്തമായിരുന്നു. അതിനെ തുടർന്നുള്ള തിരച്ചിൽ പുനരാരംഭിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു പെട്ടെന്ന് തന്നെ ഇന്ന് രാവിലെ ഈ ലൊക്കേഷൻ കണ്ടെത്തി ആന അവിടെ എത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചതും ആനയെ കണ്ടെത്തിയതിനു ശേഷം പെട്ടെന്ന് കാടിന് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചതും. എന്തായാലും നിലവിൽ ആന സുരക്ഷിതനാണ്. ആനയെ നിലവിൽ കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആന ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ലെന്നാണ് ഉടമ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം, അതായത് മറ്റൊരു ആനയുമായിട്ട് കൊമ്പ് കോർത്തതിനെ തുടർന്ന് പരിഭ്രാന്തനായിട്ടാണ് ഈ പറയുന്ന പുതുപ്പള്ളി സാധു എന്ന നാട്ടാന കാട് കയറിയത്. എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷം ആനയെ കാടിന് വെളിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും രേഷ്മ, ഈ വനംവകുപ്പിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഈ ആന കാട് കയറിയ ആന, നമുക്കറിയാം നാട്ടിൽ വളരുന്ന ആന കാട്ടിലേക്ക് കയറിയാൽ അവിടെ ജീവിക്കുക പ്രയാസമാണ്. കാരണം നാട്ടിലെ രീതികളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാടിനോട് ചേർന്ന് ജീവിക്കുക ആനയ്ക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഈ ആനയെ പരിപാലിക്കുന്നവരും ഒക്കെ തന്നെ കൃത്യമായ നിരീക്ഷണം നടത്തി ഇതിനെ കണ്ടെത്തിയത് ഈ പറഞ്ഞ ക്യാമറ നിരീക്ഷണത്തിലൂടെ മാത്രമാണോ, അതോ മറ്റ് ഡ്രോൺ ഉപയോഗിച്ചുള്ള മറ്റു നിരീക്ഷണങ്ങളും ഇതോടൊപ്പം അവർ നടത്തിയിരുന്നോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് രേഷ്മ ബാബു? വിനോദ്, ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു നിരീക്ഷണം നേരത്തെ നടത്തിയിരുന്നു. അതിനിടയിൽ തന്നെ രാത്രി 9 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും ഈ നിരീക്ഷണം തുടർന്നിരുന്നു. അതായത് ഈ വനമേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ വഴിയായിരുന്നു ഈ നിരീക്ഷണം തുടർന്നിരുന്നത്. അതിനിടയിൽ തന്നെ ഈ പോയ വഴികളൊക്കെ തന്നെ വ്യക്തമാവുകയും ചെയ്തു. എന്തായാലും ഈ പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമായിരുന്നു ആനയെ കണ്ടെത്തിയത്. സമയോചിതമായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടായി. മലയാറ്റൂർ DFO ആയിട്ടുള്ള ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇതിന് തിരച്ചിൽ
തിരച്ചിലുമായിട്ട് മുന്നോട്ട് പോയത്. എന്തായാലും നിലവിൽ സംയോജിതമായിട്ടുള്ള ഇടപെടലും അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളുമാണ് മണിക്കൂറുകൾക്ക് ശേഷം ആനയെ കണ്ടെത്താൻ സാധിച്ചത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടാനയാണ്. അതിനേക്കാൾ ഉപരി ഈ ഒരു വനമേഖല എന്ന് പറയുന്നത് ഈ ഭൂതത്താൻകെട്ടിന്റെ സമീപ പ്രദേശം തന്നെയാണ്. ഇവിടെ ഈ വനമേഖല എന്ന് പറയുന്നത് ഇവിടെ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കാട്ടാനകൾ ഇറങ്ങുന്ന ഭാഗത്തേക്ക് ഈ നാട്ടാന എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒരു വെല്ലുവിളിയായിട്ട് ദൗത്യ സംഘത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും തന്നെ വലിയ രീതിയിൽ പ്രതികൂലമായിട്ട് മാറിയില്ല. മറിച്ച് രാവിലെ തന്നെ ലൊക്കേഷൻ കണ്ടെത്തുകയും ആനയെ അതിനെ തിരികെ എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആനയ്ക്ക് നിലവിൽ പുറമെ പരിക്കുകളൊന്നുമില്ല. നേരത്തെ ഉണ്ടായ പരിഭ്രാന്തി അതൊരു വിഷയമായിരുന്നു. എന്തായാലും നിലവിൽ ആനയെ സുരക്ഷിതമായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വിനോദ്, ഈ ഷൂട്ടിംഗ് ആവശ്യത്തിന് ഇനിയും ഈ ആനയെ ആവശ്യമുണ്ടോ, അതോ ഷൂട്ടിംഗ് അവസാനിച്ചോ? ഇനിയും ഈ ആനയെ കൊണ്ടുള്ള ഷൂട്ടിംഗ് നടപടികൾ ഇനിയും തുടരേണ്ടതുണ്ടോ? അതേപ്പറ്റി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ രേഷ്മ ബാബു? വിനോദ്, ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഏകദേശം സെപ്റ്റംബർ 30-നാണ്. ഇടമലയാർ ഈ ഭാഗത്ത് ഈ ഭൂതത്താൻകെട്ടി ഈ മേഖലയിലാണ് ഈ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ തന്നെ ഈ ആനകളെ, അതായത് കാട്ടാന എന്നുള്ള രീതിയിൽ അഭിനയിപ്പിക്കാനാണ് ഈ 3 പിടിയാനകളെയും 2 കൊമ്പനാനകളെയും കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷൂട്ടിംഗ് ആരംഭിച്ച സമയത്ത് ഈ ആനയുടെ ചങ്ങലകളൊക്കെ തന്നെ കഴുത്തിലെയും കാലിലെയും ചങ്ങലകൾ ഊരി മാറ്റിയിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ ആന പെട്ടെന്ന് പ്രകോപിതനായി ഇറങ്ങി ഓടിയ സമയത്ത് ഒന്നും ചെയ്യാനായിട്ട് പാപ്പാന്മാർക്ക് സാധിച്ചതുമില്ല. എന്തായാലും ഷൂട്ടിങ്ങിന് ഇനി ഷൂട്ടിംഗ് ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി ഒരു പക്ഷേ ആനയെ വെച്ചുള്ള ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ വനംവകുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അനുമതി വേണ്ടിവരും. നേരത്തെ അനുമതി ലഭിച്ചതിന് ശേഷമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചതെന്ന് ഉടമയടക്കം വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. പക്ഷേ പെട്ടെന്ന് ഈ ആന ഉൾക്കാട്ടിലേക്ക് പോയൊരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇനി ഒരു അനുമതിയിലേക്ക് വനംവകുപ്പ് കൊടുക്കുമോ എന്നൊരു കാര്യത്തിലും ഒരു പ്രതിസന്ധി ഉണ്ട്. എന്തായാലും നിലവിൽ ഈ കാട്ടാന എന്നുള്ള രീതിയിൽ അഭിനയിപ്പിക്കാനാണ് ഈ നാട്ടാനകളെ ഒക്കെ തന്നെ കൊണ്ടുവന്നത്. അതിനിടയിൽ പെട്ടെന്ന് ഈ ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തതാണ് ഈ ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് വഴിവെച്ചത്. ഉൾക്കാട്ടിലേക്ക് ഒരാന കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റൊരാനയെ പിടികൂടാനായിട്ട് സാധിച്ചെങ്കിലും ഇത് പേടിച്ച് വീണ്ടും നിബിഡ വനത്തിനുള്ളിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ആനയെ കണ്ടെത്തിയ സാഹചര്യത്തിൽ മറ്റ് നടപടിക്രമങ്ങൾ ഇനി വനവകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. വിനോദ്, വളരെ വ്യക്തമാണ് രേഷ്മ ബാബു. കാട്ടാനയായി അവതരിപ്പിച്ചുകൊണ്ട് ഉള്ള ഷൂട്ടിംഗ് നടത്തുന്നതിനിടെയാണ് പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന കൊമ്പൻ 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുകയും അങ്ങനെ വനത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തത്. വനം വകുപ്പും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആനയെ കണ്ടെത്തി തിരികെ അതിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് രേഷ്മ ബാബു പങ്കുവച്ചത്.